കാലിക്കട്ടിലെ വഴിയരികിൽ ഒരു കടത്തിണ്ണയെ വെച്ചാണ് ഞാൻ എൻ മൂസ എന്ന് പറയുന്ന വൃദ്ധനെ പരിചയപ്പെടുന്നത്. മൂസാക്ക മറ്റൊരു വൃദ്ധനുമായിട്ട് കുശലമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനവിടെ ചെല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. അയാളുടെ വാപ്പ കമ്മു, പുള്ളിയുടെ വീട് മണ്ണാർക്കാട്ടായിരുന്നു, കമ്മുവിൻ്റെ വീട്. ഉമ്മ ഫാത്തിമ നിലമ്പൂരുകാരിയായിരുന്നു. മക്കളെക്കുറിച്ചായി പിന്നെ മക്കൾ മലയാളം സംസാരിക്കും അത്രേ. വീട്ടിൽ മലയാളമാണ് സംസാരിക്കുന്നത്. വീട്ടിൽ മലയാളം സംസാരിക്കാൻ കാരണം പറഞ്ഞില്ലല്ലോ, ഈ കാലിക്കട്ട് കേരളത്തിലെ കാലിക്കട്ടല്ല, ആൻഡമാനിലെ കാലിക്കട്ടാണ്. ആൻഡമാനിൽ കാലിക്കട്ട് മാത്രമല്ല, വണ്ടൂരുണ്ട്, നിലമ്പൂരുണ്ട്, മണ്ണാർക്കാടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ബാപ്പ മണ്ണാർക്കാട്ട് താമസിച്ചിരുന്നെന്ന് പറയുന്നത് കേരളത്തിലെ മണ്ണാർക്കാട്ടല്ല. ഇദ്ദേഹത്തിൻ്റെ ഉമ്മ നിലമ്പൂർ താമസിച്ചിരുന്നു എന്ന് പറയുന്നത്, നിലമ്പൂരുകാരിയാണെന്ന് പറയുന്നത് കേരളത്തിലെ നിലമ്പൂരല്ല, ആൻഡമാനിലെ നിലമ്പൂരില്ല. ഇവരുടെ മുത്തച്ഛൻ 1921 നാട് കടത്തപ്പെട്ടയാളാണ്. ബ്രിട്ടീഷുകാർ ഈ ആൻഡമാനിലേക്ക് നാട് കടത്തിയ ഒരാളുടെ പിന്മുറക്കാരനാണ് ഈ എൻ മൂസ. എൻ മൂസയ്ക്ക് 2 മക്കളാണ്, 2 പെൺമക്കളാണ്. മൂത്തയാൾ മിണ്ടാൻ പറ്റാത്ത ഒരാളാണ്, മിണ്ടാനും ചെവി കേൾക്കാനും വയ്യ. രണ്ടാമത്തെ ആൾ ബികോംകാരിയാണ്. ബികോംകാരി എവിടെയോ ചെറിയൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വീട്ടിൽ ഞങ്ങളൊക്കെ മലയാളം സംസാരിക്കുന്നത്, പക്ഷേ പുറത്തിറങ്ങിയാൽ ഹിന്ദിയാണ് എല്ലാവരും സംസാരിക്കുക. പ്രധാന കാരണം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൂടെ ഉണ്ട്. ഈ കാലിക്കറ്റിൽ കൂടുതലും മലയാളികളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വണ്ടൂരേക്കൊന്ന് പോയാലോ, വണ്ടൂർ എത്ര ദൂരമുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടുന്ന് അധികം ദൂരമില്ല. പക്ഷേ പുള്ളി അപ്പോൾ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇപ്പോൾ വണ്ടൂർ ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവിടെ അധികം മലയാളികളില്ല, അവിടെ ഇപ്പോൾ കൂടുതലും ബംഗാളികളാണ്. ഈ പ്രദേശത്തൊക്കെ ധാരാളം ബംഗാളികൾ വന്നു കഴിഞ്ഞു. ഈ ബംഗാളികൾ ഇവിടേക്ക് വരാനുള്ള ഒരു കാരണം അവിടുത്തെ തൊഴിലില്ലായ്മയൊക്കെയാണ്. മലയാളികൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുക. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളൊന്നും പഠനത്തിന് ശേഷം ഈ ആൻഡമാനിൽ നിൽക്കുന്നില്ല. അവരൊക്കെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വലിയ നഗരത്തിലേക്ക്, ഒന്നെങ്കിൽ ബോംബെയിലേക്ക്, അല്ലെങ്കിൽ ചെന്നൈയിലേക്ക്, അല്ലെങ്കിൽ കൽക്കട്ടയിലേക്ക് ഒക്കെ പോകുന്നു. അതുമല്ലെങ്കിൽ ചിലരൊക്കെ തായ്ലൻഡിലേക്ക് പോകുന്നു തൊഴിൽ തേടി. വേറെ ചിലർ യൂറോപ്പിലേക്ക് കടക്കുന്നു, സാഹചര്യങ്ങളുള്ളവർ. അതുകൊണ്ട് ഈ മലയാളികളുടേതെന്ന് പറയുന്ന വണ്ടൂരും നിലമ്പൂരും മണ്ണാർക്കാടും ഒക്കെ ഇപ്പോൾ മലയാളികളില്ലാത്ത നാടായിക്കൊണ്ടിരിക്കുക. മൂസാക്കായ്ക്ക് അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അവരുടെ ഒരു തലമുറ കഴിയുന്നതോടുകൂടി ആ പാരമ്പര്യത്തിലുള്ള മലയാളികൾ അധികമില്ലാത്തൊരു നാടായിട്ട് ആൻഡമാൻ്റെ ആ പ്രദേശങ്ങളൊക്കെ മാറും അത്രേ. മൂസക്കയോട് കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് ഞാൻ ആ തെരുവുകളിലൂടെ നടന്നു, കാലിക്കട്ടിൻ്റെ ആ തെരുവുകൾ. നമ്മുടെ കാലിക്കട്ട് കോഴിക്കോടായി മാറി, പക്ഷേ ആൻഡമാനിലെ കാലിക്കട്ട് ഇപ്പോഴും കാലിക്കട്ട് തന്നെയാണ്. അവിടെ നാടൻ കേരളത്തിലേതെന്ന് തോന്നുന്ന നിരവധി സ്ഥാപനങ്ങൾ, ബേക്കറികൾ, മരുന്ന് കടകൾ, പലതരം കച്ചവട പീടികകൾ. വലിയ ആൾത്തിരക്കൊന്നുമില്ല, പക്ഷേ കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ ഒരു ജംഗ്ഷനിലെ പീടികകളും കടകളും ഒക്കെ പോലെ കുറേ സ്ഥാപനങ്ങൾ. കൂടാതെ ആ അങ്ങാടി അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഹോളോ ബ്രിക്സ് അല്ലെങ്കിൽ സിമെൻറ്റ് ബ്രിക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഫാക്ടറികൾ, ചെറിയ പുരയിടങ്ങൾ, പിന്നെ മതിൽ കെട്ടി തിരിച്ചതും തിരിക്കാത്തതുമായ ചെറിയ വീടുകളും പറമ്പുകളും. ആ പറമ്പിലൊക്കെ തെങ്ങ്, കവുങ്ങ്, വാഴ ഒക്കെ വളർന്നു നിൽക്കുന്നു. നമ്മൾ കേരളത്തിലെ, പ്രത്യേകിച്ച് മലബാറിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയാണെന്ന് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. ആൻഡമാനിലെ കാഴ്ചയാണിത്. ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിൽ നിന്ന് കുറച്ച് ദൂരെ സഞ്ചരിച്ചാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ മലബാർ പ്രദേശത്ത് നിന്നെത്തിയ മലയാളികളിൽ ബഹുഭൂരിപക്ഷവും തടവുകാരായി വന്നവരായിരുന്നു. സ്വാതന്ത്ര്യാനന്തരവും കുറേയേറെ ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥരായി ഈ പ്രദേശത്തേക്ക് ട്രാൻസ്ഫറായി കേന്ദ്ര സർക്കാർ ജീവനക്കാരായി വന്നവരുണ്ട്. അവരിൽ പലരും ഇവിടെ സ്ഥിരതാമസമാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റീഫൻ കോശിയുടെ ഭാര്യയുടെ കുടുംബവും സ്റ്റീഫൻ കോശി തന്നെയും ഒക്കെ ഇങ്ങനെ കേരളത്തിൽ നിന്ന് വന്ന മലയാളികളാണ്. ഈ ആൻഡമാനിലെ ജനസംഖ്യയിൽ ഏതാണ്ട് ഒരു 70% ഹിന്ദുക്കൾ തന്നെയാണ്. പിന്നെ ഒരു 20-21% ക്രിസ്ത്യാനികളുണ്ട്. പിന്നെ ഒരു 8-9% മുസ്ലിംസും ഉണ്ട്. ഇത് കൂടാതെ തദ്ദേശീയരായ കുറച്ച് ആളുകളുണ്ട്. നിക്കോബാറുകളാണ് ഏറ്റവും കൂടുതലുള്ള തദ്ദേശീയർ, ഗോത്രവർഗ്ഗക്കാരാണ്. അവരേതാണ്ട് 20,000-ഓളം ആളുകൾ ഈ നിക്കോബാറിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ആൻഡമാനിലുണ്ട് ആളുകൾ. ഈ ആൻഡമാനിലെ ആദിവാസികൾ പല വംശങ്ങളും തീരെ ഇല്ലാതായി കഴിഞ്ഞു. ചില ഗോത്രങ്ങളൊക്കെ വെറും 50-60 പേര് മാത്രം അവശേഷിക്കുന്നത്.
മറ്റു ചില പല ഗോത്രങ്ങളും ഇല്ലാതായി കഴിഞ്ഞു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആൻഡമാനെ ബ്രിട്ടീഷുകാർ സ്വതന്ത്രമാക്കിയിരുന്നില്ല. ആൻഡമാൻ അപ്പോഴും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാനായിരുന്നു ഇഷ്ടം. ഇന്ത്യയിലും ബർമയിലുമൊക്കെയുള്ള ബ്രിട്ടീഷ് വംശജർ, അതായത് ഇന്ത്യയിലെ ആംഗ്ലോ ഇന്ത്യൻസും ബർമയിലെ ആംഗ്ലോ ബർമീസ് ആളുകളെയും കൂടെ അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അവർക്കുള്ള ഒരു രാജ്യമാക്കി ഇതിനെ മാറ്റുക. ബ്രിട്ടൻ്റെ ഒരു സഹായത്തോടെ അത് ഭാവിയിൽ വലിയൊരു വ്യത്യസ്തമായൊരു ഭൂപ്രദേശമായിട്ട് വളർച്ച പ്രാപിച്ച ഒരു പ്രദേശമായിട്ട് മാറുമെന്നൊക്കെയായിരുന്നു അവരുടെ പ്രതീക്ഷ. എന്നാൽ ഈ വിഭജനകാലത്ത്, ഇന്ത്യയുടെ വിഭജനകാലത്ത്, ബംഗാളിനെ കിഴക്കൻ ബംഗാളും പടിഞ്ഞാറൻ ബംഗാളും എന്ന് പറഞ്ഞ് അങ്ങ് വിഭജിച്ചു കഴിഞ്ഞപ്പോൾ കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറി. മുസ്ലിങ്ങൾക്ക്, അല്ലെങ്കിൽ അത് കിഴക്കൻ ബംഗാളല്ല, കിഴക്കൻ പാകിസ്ഥാനായിട്ടാണ് മാറിയത്. അപ്പോൾ അവിടേക്ക് പടിഞ്ഞാറൻ ബംഗാളിൽ നിന്ന്, പശ്ചിമ ബംഗാളിൽ നിന്ന് മുസ്ലിംസ് അങ്ങോട്ട് ഒഴുകി. അപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഈ പടിഞ്ഞാറൻ ബംഗാളിലേക്കും മാറേണ്ടി വന്നു. അങ്ങനെ വന്ന അഭയാർത്ഥികളുടെ വലിയൊരു ഒരു കൂട്ടത്തെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല പശ്ചിമ ബംഗാളിൽ. അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു ഒരു തീരുമാനമെടുത്തു. അങ്ങനെ കിഴക്കൻ ബംഗാളിൽ നിന്ന് അഭയാർത്ഥികളായി എത്തിയ ആളുകളെ നമുക്ക് ആൻഡമാനിലേക്ക് കൊണ്ടുപോയി പാർപ്പിക്കാം. അങ്ങനെ അവരുടെ വലിയൊരു സംഘത്തെ ആൻഡമാനിലേക്കല്ലാതെ വേറെവിടേക്കും കൊണ്ടുപോകാൻ ഒരു സാധ്യത കണ്ടില്ല. അങ്ങനെ കപ്പലുകളിൽ നിരവധി ആളുകളെ ഈ വിഭജന കാലത്ത്, സ്വാതന്ത്ര്യാനന്തര കാലത്ത്, സ്വാതന്ത്ര്യം കിട്ടിയ 1947-48 നെഹ്റുവിൻ്റെ ഭരണകൂടം ഇവിടേക്ക് അയച്ചു. അങ്ങനെ 1948, 49, 50 ഒക്കെ ആകുമ്പോഴേക്കും ഒരു കാര്യം മനസ്സിലായി. ബ്രിട്ടീഷുകാർ സ്വപ്നം കണ്ട പോലെ ഈ അന്തമാനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ കഴിയില്ല. ആംഗ്ലോ ഇന്ത്യൻസും ആംഗ്ലോ ബർമീസും ഒക്കെ ചേർന്ന ഒരു രാഷ്ട്രമാകുന്നതിന് സാധ്യതയില്ല. അങ്ങനെ മൗണ്ട് ബാറ്റൻ പ്രഭു, ലോർഡ് മൗണ്ട് ബാറ്റൻ, ഈ ഭൂഭാഗം കൂടെ ഇന്ത്യക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻറ്റ് തിരിച്ചേൽപ്പിക്കുക ചെയ്തേ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും സ്റ്റീഫൻ കോശിയും ഞങ്ങളുടെ ഡ്രൈവറും ആ കാറിൽ തന്നെ ഞങ്ങൾ പോർട്ട് ബ്ലെയറിൽ നിന്ന് തെക്കോട്ട് യാത്ര ചെയ്യുകയാണ്. പോർട്ട് ബ്ലെയറിൽ നിന്ന് ഒരു 25-26 കിലോമീറ്ററൂടെ തെക്കോട്ട് യാത്ര ചെയ്താൽ ഈ ആൻഡമാൻ എന്ന് പറയുന്ന പ്രധാന ദ്വീപിൻ്റെ തെക്കേ അറ്റത്തെത്തും, തെക്കേ മുനമ്പിലെത്തും. അവിടം വരെ പോകാനാണ് തീരുമാനം. കുറേ കാഴ്ചകൾ കാണാം, കുറേ ഗ്രാമങ്ങൾ കാണാം, പിന്നെ ചരിത്രമുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ തീരങ്ങളിൽ പലയിടത്തും, കടൽ തീരം ചേർന്നാണ് പലപ്പോഴും പോകുന്നത്, നല്ല മനോഹരമായ ബീച്ചുകൾ കാണുന്നുണ്ട്. ആ കടൽ തീരങ്ങളിലെല്ലാം കോൺക്രീറ്റ് കൊണ്ട് പണിത വലിയ പെട്ടികൾ പോലെ ചില സാധനങ്ങൾ കാണാം. കൂറ്റൻ കനത്ത കോൺക്രീറ്റ് കൊണ്ട് പണിത പെട്ടികൾ. അതിൻ്റെ മുൻഭാഗത്ത് ചെറിയ ഒരു പൊത്ത് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ പെട്ടിയുടെ പുറകു ഭാഗത്ത് ഒരാൾക്ക് കയറിപ്പോകാനുള്ള ഒരു വാതിലുണ്ട്. ഇത് ബങ്കറുകളാണ്. ഈ ബങ്കറുകൾ ഈ ആൻഡമാൻ ദ്വീപിൻ്റെ ചുറ്റും ഈ ബങ്കറുകൾ പണിതിട്ടുണ്ട്. ഇത് പണിതത് 1942. 42 ഇത് ബ്രിട്ടീഷുകാർ പണിതല്ല, അതിനുശേഷം വന്ന ഇന്ത്യൻ ഗവൺമെൻറ് പണിതല്ല. 1942 മുതൽ രണ്ടാം ലോകമഹായുദ്ധം തീരുന്നിടം വരെ ഈ ഭൂഭാഗം മുഴുവൻ ജപ്പാൻ്റെ പിടിയിലായിരുന്നു. ജപ്പാൻ കീഴടക്കിയിരുന്നു. നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭൂഭാഗത്തേക്ക് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ സൈന്യം കയറി വന്നില്ല, ഇന്ത്യൻ ഭൂഭാഗങ്ങളൊന്നും പിടിച്ചടക്കിയില്ല എന്നാണ് നമ്മുടെ ഒരു ധാരണ. അത് തെറ്റാ. ഇന്നത്തെ ഇന്ത്യയുടെ ഒരു ഭൂഭാഗമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഏതാണ്ട് 2.5-3 കൊല്ലത്തോളം ഈ ജപ്പാൻകാരുടെ കയ്യിലായിരുന്നു. 1942 ആയപ്പോഴത്തേക്കും ലോകമഹായുദ്ധം വളരെ തീവ്രമായി. യൂറോപ്പിൽ അതിശക്തമായ യുദ്ധം നടക്കുന്നു. അപ്പോഴത്തേക്ക് ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലെ പല തടവ് പുള്ളികളെയും അവിടുന്ന് പറഞ്ഞു വിട്ടു. സെല്ലുലാർ ജയിൽ ഏതാണ്ടൊക്കെ ആളൊഴിഞ്ഞു തുടങ്ങി. ബ്രിട്ടീഷുകാരിലെ പ്രധാന ഉദ്യോഗസ്ഥരും പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഡിപ്ലോയിഡായി. അപ്പോൾ ജപ്പാൻ സൈന്യം ഇങ്ങോട്ട് അടുത്തടുത്ത് വരികയാണ്. മലേഷ്യ, തായ്ലൻഡ് ഒക്കെ കീഴടക്കി കഴിഞ്ഞു, ബർമയും കീഴടക്കി. അടുത്തതായിട്ടാണ് അവർ ആൻഡമാനിലേക്ക് വരുന്നത്. ഏതാണ്ട് 20 യുദ്ധക്കപ്പലുകളിൽ സൈന്യം ഇങ്ങോട്ട് വരുമ്പോഴേക്കും മിക്കവാറും ബ്രിട്ടീഷുകാർ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി. ജപ്പാൻ ഈ തീരം പിടിച്ചടക്കി. തീരത്ത് വന്ന് കപ്പലെടുത്തു, ഇറങ്ങി ഈ ദ്വീപാകെ, ആൻഡമാൻ നിക്കോബാർ പ്രദേശമാകെ അവരുടേതാക്കി. കുറേ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്നവരെ തടവുകാരാക്കി, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും പട്ടാളക്കാരെയൊക്കെ. കുറേ പേരെ സെല്ലുലാർ ജയിലിലടച്ചു, മറ്റു ചിലരെ പല സ്ഥലങ്ങളിലേക്ക് തടവുകാരായിട്ട് കൊണ്ടുപോയി. ഇവിടെ എത്തിയ ജപ്പാൻകാർ ശരിക്കും അവരുടെ തനി സ്വഭാവം അവിടെ കാണിച്ചു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ നടത്തിയ ക്രൂരതകൾ എന്താണെന്ന് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഇന്ന് ജപ്പാൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള വളരെ സാത്വികരായ ഒരു ജനസമൂഹമാണ്. വളരെ ശാന്തരായ, ആരെയും ഉപദ്രവിക്കാത്ത, ടെക്നോളജി വികസിപ്പിക്കുന്ന, ശാസ്ത്രബോധമുള്ള,
വളരെ ഗംഭീരമായൊരു സാംസ്കാരിക പശ്ചാത്തലമുള്ളൊരു നാടാണ്. പക്ഷേ രണ്ടാം ലോകമഹായുദ്ധ കാലത്തും അതിനു മുമ്പുമുള്ള ജപ്പാൻ്റെ സ്ഥിതി അതായിരുന്നില്ല. ആ ചക്രവർത്തി ഭരണത്തിൻ്റെ കീഴിൽ ജാപ്പനീസ് സൈന്യം ആ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഈ കിഴക്കനേഷ്യയിൽ മുഴുവൻ നടത്തിയ അക്രമങ്ങൾ, അനീതികൾ, കൂട്ടക്കൊലകൾ, കൂട്ടബലാത്സംഗങ്ങൾ, കംഫർട്ട് സ്റ്റേഷനുകൾ പോലെ ലക്ഷക്കണക്കിന് പെൺകുട്ടികളെ പട്ടാളക്കാർക്ക് അവരുടെ വിനോദത്തിന് വേണ്ടി എത്തിച്ചു കൊടുത്തിരുന്ന കേന്ദ്രങ്ങളൊക്കെയായി കോടാനുകൂടി ആളുകളെ കൊന്നു തള്ളിയ ചരിത്രമുണ്ട് ഈ ജപ്പാൻ സൈന്യത്തിന്. ഈ അണ്ടമാനിലേക്ക് കയറി വന്ന ജപ്പാൻകാരും അവിടെയുള്ള ഇന്ത്യക്കാരെ പോലും വെറുതെ വിട്ടില്ല. അവർ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തി, നൂറുകണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്തു. ഇതിലെ ഒരു രക്തസാക്ഷിയായ ഒരു ഇന്ത്യക്കാരൻ്റെ കഥയുണ്ട്. സുൽഫിക്കർ അലി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ജപ്പാൻകാർ ഈ പ്രദേശമെല്ലാം പിടിച്ചടക്കിയതിന് ശേഷം ഒരു ദിവസം ഈ സുൽഫിക്കർ അലിയുടെ വീട്ടിലേക്ക് ജപ്പാൻ സൈന്യം കയറി ചെന്ന് ചോദ്യവും പറച്ചിലൊന്നുമില്ല. അവർ സുൽഫിക്കർ അലിയുടെ വീട്ടിൽ കണ്ടതെല്ലാം അങ്ങ് എടുക്കാൻ തുടങ്ങി. സൈന്യം അങ്ങനെയാണല്ലോ, കിട്ടുന്നിടത്ത് എന്തും എടുക്കാം, അത് അവരുടേതാണ്. പിന്നെ നാട്, അവിടുത്തെ സമ്പത്ത്, അവിടുത്തെ പെണ്ണുങ്ങൾ, അവിടുത്തെ പക്ഷിമൃഗാദികൾ ഇതെല്ലാം ഇവരുടേതാണ്. അപ്പോഴത്തേക്കും സുൽഫിക്കർ അലി അദ്ദേഹത്തിൻ്റെ എയർഗണ്ണുമായിട്ട് പുറത്തേക്ക് വന്നു. ഇവരുടെ നേരെ ചൂണ്ടി വെടിവെച്ചു. ഇവർക്ക് പരിക്കൊന്നും പറ്റിയില്ല, അവർ പിൻവാങ്ങി. പക്ഷേ അടുത്ത ദിവസം കൂടുതൽ സൈന്യവുമായിട്ട് വന്ന ഈ ജപ്പാൻ പട്ടാളക്കാർ സുൽഫിക്കർ അലിയെ പിടിച്ചുകൊണ്ട് പോയി, ഇവരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. ക്രൂരമായ പീഡനമായിരുന്നു. പിന്നെ ഇയാളുടെ കൈകൾ രണ്ടും തിരിച്ചൊടിച്ച് പറിച്ചു കളഞ്ഞു. എന്നിട്ട് ഏതാനും മണിക്കൂറുകൾ നേരം ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം വെടിവെച്ച് കൊന്നു കളഞ്ഞു. ഇങ്ങനെ നിരവധി ആളുകളെ കൊന്നു കളഞ്ഞ ഒരു ചരിത്രവും കൂടിയുണ്ട് ജപ്പാൻ ഭരണകാലത്ത് ജപ്പാൻ്റെ കീഴിലായിരുന്ന അണ്ടമാന്. പക്ഷേ വേറെയും കഥകളുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു രാഷ്ട്രം ഒരു യുദ്ധത്തിലേർപ്പെടുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ലീനിയറായ അല്ലെങ്കിൽ പുറത്തുകൂടെ പോകുന്ന ഒരൊറ്റ കഥ മാത്രം കേട്ട് ഈ ഭാഗത്ത് ശരി ഈ ഭാഗത്ത് തെറ്റ് എന്ന് പറയുന്നതിലൊരു അർത്ഥമില്ല. ലോകചരിത്രം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. ഈ ജപ്പാനും രണ്ട് മുഖമുണ്ടായിരുന്നു. പരാജയപ്പെട്ട് തകർന്ന ആറ്റം ബോംബ് വീണ് നശിച്ചു പോയൊരു ജപ്പാൻ്റെ കഥ പറയുമ്പോൾ ആ ആറ്റം ബോംബ് വീഴുന്നതിന് തൊട്ടു മുമ്പ് വരെ ജപ്പാൻ മറ്റ് രാജ്യങ്ങളിൽ, ഫിലിപ്പീൻസിൽ, മലേഷ്യയിൽ, ബർമയിൽ, തായ്ലൻഡിൽ, കൊറിയയിൽ, ചൈനയിൽ ഒക്കെ, വിയറ്റ്നാമിൽ, ആ കിഴക്കനേഷ്യയിൽ മുഴുവൻ അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നടത്തിയിരുന്ന ക്രൂരത എന്തായിരുന്നുവെന്ന് ചരിത്രം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ ആ ആറ്റം ബോംബ് വീണ ആ ഒറ്റ ദിവസം കൊണ്ട് അവർ ഇരകളായി മാറുന്നു. അവർക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും ആ കാരണത്താൽ സഹതാപം കിട്ടുന്നവരാകുന്നു. അതിനു മുമ്പത്തെ ചരിത്രമൊക്കെ നമ്മൾ വിസ്മരിച്ചു പോകുന്നു. ഇതേ സാഹചര്യം അണ്ടമാനിലുണ്ടായി. അന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാളികളെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അതിൽ നിന്ന് മാറിയ സുഭാഷ് ചന്ദ്രബോസ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നു. ആയുധമെടുത്ത് പോരാടിയെങ്കിലേ ബ്രിട്ടീഷുകാരെ ഒഴിവാക്കാൻ കഴിയൂ, മറ്റു രാഷ്ട്രങ്ങളുമായി സഖ്യമുണ്ടാക്കി ബ്രിട്ടനെതിരെ പോരാടണം. അങ്ങനെയുള്ള ഒരു തീവ്ര ചിന്തയായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്. അതുകൊണ്ട് തന്നെയാണ് മിതവാദികളായ അല്ലെങ്കിൽ അഹിംസയുടെ പാത സ്വീകരിച്ചിരുന്ന ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയായിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാതായത്. അദ്ദേഹം അക്കാലത്ത് തന്നെ ജർമ്മനിയിലേക്ക് യാത്ര ചെയ്തു, ഹിറ്റ്ലറുമായി സംസാരിച്ചു. കാരണം ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് ഹിറ്റ്ലറുടെ ജർമ്മനി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയെ ആക്രമിക്കുന്ന പ്രധാന കക്ഷികളിൽ ഒന്ന് ബ്രിട്ടനാണ്. അല്ലെങ്കിൽ ബ്രിട്ടനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രധാന കക്ഷി, ബ്രിട്ടനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രധാന കക്ഷി ജർമ്മനിയാണ്. ഒപ്പം ജർമ്മനിയുടെ സഖ്യകക്ഷിയാണ് ജപ്പാൻ. അപ്പോൾ ജർമ്മനിയെയും ജപ്പാനെയും കൂട്ടുപിടിച്ച് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനെ തുരത്തുക എന്നുള്ളതായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ ലക്ഷ്യം. അങ്ങനെ ജപ്പാനുമായി ബന്ധമായി. ഈ ജപ്പാൻ ആന്തമാൻ പിടിച്ചടക്കിയതോടുകൂടി സുഭാഷ് ചന്ദ്രബോസ് ജപ്പാനുമായി ബന്ധപ്പെടുന്നു. ഒരു വർഷത്തിന് ശേഷം 1942 ജപ്പാൻ ആന്തമാൻ പിടിച്ചടക്കിയത്. 1943 ടോക്കിയോയിൽ സുപ്രധാനമായ തീരുമാനം ഉണ്ടാകുന്നു. ഈ ആന്തമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ INAക്ക്, ഇന്ത്യൻ നാഷണൽ ആർമിക്ക് അല്ലെങ്കിൽ ആസാദ് ഹിന്ദ് ഫൗജിന് നൽകുക, അവർക്ക് തിരിച്ചേൽപ്പിക്കുക. സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ച് ഈ പ്രദേശം തിരിച്ചു നൽകുന്നു. അതായത് നമ്മൾ പഠിച്ചിരിക്കുന്നത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭൂഭാഗത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ്. അല്ല, 1943 ഡിസംബറിൽ തന്നെ ഈ പ്രദേശത്ത് സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്ത്യൻ പതാക ഉയർത്തിയിരുന്നു. അവിടെ ഇപ്പോഴും സുഭാഷ് ചന്ദ്രബോസ് ആ ഇന്ത്യൻ പതാക ഉയർത്തിയ ഇന്ത്യയുടെ ഒരു ഭൂഭാഗമെങ്കിലും ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമായ ആദ്യത്തെ പ്രദേശം എന്ന നിലയിൽ ഈ ആന്തമാനിലെ ഫ്ലാഗ് പോയിൻ്റ് എന്നൊരു സ്ഥലത്ത് അദ്ദേഹം പതാക ഉയർത്തി. ഇന്നും ആ പതാക എവിടെയുണ്ട്.
അത് 2018 അവിടെ എല്ലാവരും നവീകരിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി ഉദ്ഘാടനം ചെയ്ത പതാക ഉയർത്തിയ ഒരു കൊടിമരം ഇന്ന് അവിടെ നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ ചുവട്ടിലേക്ക് പോയി അവിടെ ഒന്ന് ഷൂട്ട് ചെയ്തു. മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നൊരു പ്രദേശം, ഒരു ലോക നിലവാരത്തിൽ ആ പ്രദേശത്തെ സംരക്ഷിച്ചിരിക്കുന്നു. വമ്പനൊരു കൊടിമരം, ആ കൊടിമരത്തിൽ വമ്പനൊരു പതാക, ഇന്ത്യൻ ദേശീയ പതാക അതിലൂടെ എല്ലാം ചുറ്റി നടന്ന് ഞാനിത് ചിത്രീകരിച്ചു. അപ്പോൾ നമ്മൾ അന്തമാനിൽ ചെന്ന് കടലിലെ കുറേ വിനോദങ്ങളിൽ മുഴുകുക, അല്ലെങ്കിൽ സെല്ലുലാർ ജയിലിൽ പോയി വിങ്ങിപ്പൊട്ടുക, ഇതുമാത്രമല്ല, ലോക ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം, അതിനിടയിൽ നടന്ന നാടകീയ സംഭവങ്ങൾ ഇതും കൂടെ പഠിക്കണം. വീണ്ടും നമ്മൾ കുറേ ദൂരം കൂടെ ഓടി കോർബിൻസ്കോവ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് എത്തുകയാണ്. ഈ കോർബിൻസ്കോവ് ഒരു ബീച്ച് ഏരിയ, ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ. എന്നാൽ ഏറ്റവും വലിയൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ അന്തമാനിലെ അതല്ല, പോർട്ട് ബ്ലെയറിൻ്റെ സമീപത്തുള്ള ഒരു ബീച്ച് ഏരിയ എന്നുള്ളതുള്ളൂ. പക്ഷേ ഇവിടുന്ന് മറ്റ് പല ദ്വീപുകളിലേക്കും പോയി കഴിഞ്ഞാൽ മനോഹരങ്ങളായ ലോക നിലവാരമുള്ള, ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ദ്വീപുകളുണ്ട്. പലപ്പോഴും ഞാൻ ഈ അന്തമാനിലൂടെ സഞ്ചരിച്ചപ്പോഴും അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴും പിന്നീടും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അന്തമാൻ ഇപ്പോഴും ലോക ടൂറിസത്തിൽ ഒരു കേന്ദ്രമായിട്ട് മാറാത്തത്? ഇത്രയും വർഷം ഇന്ത്യയുടെ കയ്യിലുണ്ടായിട്ട്. ഇവിടുന്ന് നേരെ കിഴക്കോട്ട് ഒരു കഷ്ടിച്ചൊരു 1000 കിലോമീറ്റർ പോയാൽ നമ്മൾ തായ്ലൻഡിലെ ഫുക്കറ്റ് ദ്വീപിലേക്ക് എത്തും. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന 11ാമത്തെ സ്ഥലം തായ്ലൻഡാണ്. തായ്ലൻഡിൽ ഈ ഫുക്കറ്റ്, ക്രാബി, ഇങ്ങനെയുള്ള ദ്വീപുകളിലേക്ക് ഓരോ ദിവസവും 10,000 ടൂറിസ്റ്റുകളായി തന്നെ. അവിടേക്ക് അവർ എത്തുന്നത് എന്തിനാ? അവിടുത്തെ മനോഹരമായ ബീച്ചുകൾ, ആ ബീച്ചുകളിലെ ആക്ടിവിറ്റികൾ, ആ ബീച്ചിൽ നടക്കുന്ന സ്ക്യൂബ ഡൈവിങ്, വാട്ടർ സ്കൂട്ടർ, ജെറ്റ് സ്കീയിങ്, പാരാസെയിലിങ്, ഇങ്ങനെയുള്ള വിനോദങ്ങളിൽ മുഴുകുക. വൈകുന്നേരം ആ ബീച്ചിൻ്റെ സമീപത്തെ തീരത്തുള്ള സ്ട്രീറ്റുകളിലൂടെ നടക്കുക, അവിടുത്തെ ഫുഡ് സ്ട്രീറ്റുകൾ ആസ്വദിക്കുക, നൈറ്റ് ലൈഫ് ആസ്വദിക്കുക, ഷോപ്പിംഗ് നടത്തുക, ഇതൊക്കെ തന്നെ അവിടെയുള്ളൂ. അതിനേക്കാൾ, ഞാൻ തായ്ലൻഡിൽ എത്രയോ തവണ പോയിരിക്കുന്നതാണ്, തായ്ലൻഡിൻ്റെ ബീച്ചുകളേക്കാൾ എത്രയോ സുന്ദരമാണ് ആൻഡമാനിലെ ഈ ബീച്ചുകൾ. എത്ര മനോഹരമായ മണൽത്തീരങ്ങളാണ്, അടിത്തട്ട് കാണുന്ന പോലെ തെളിഞ്ഞ ജലം, സ്ഫടിക തുല്യമായ ജലം. നമ്മുടെ കേരളത്തിലെ കടൽ തീരം പോലെ കലങ്ങിയ വെള്ളമല്ല തീരത്തേക്കൊന്ന് അടിച്ചു കയറുന്നത്. തീരത്ത് നിന്ന് നമ്മൾ കടലിലേക്ക് ഇറങ്ങും തോറും മണലിൻ്റെ അടിത്തട്ട് കാണുന്ന പോലത്തെ പളുങ്ക് ജലത്തിൻ്റെ ബീച്ചുകൾ, അതിസുന്ദരമായ ബീച്ചുകൾ, അതിസുന്ദരമായ തീരങ്ങൾ, തെങ്ങിൻ തോപ്പുകൾ, പച്ചപ്പ്, നിബിഡ വനങ്ങൾ, അതിമനോഹരമായ ഭൂഭാഗം. പക്ഷേ എന്തുകൊണ്ട് നമുക്കതിനെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല? എനിക്കൊരു അത്ഭുതമാണ്. ഈ ബീച്ചിൽ ധാരാളം ആളുകളുണ്ട്, കുട്ടികൾ വന്നിട്ടുണ്ട് പല ഭാഗത്തുനിന്ന്. ഈ കുട്ടികൾക്ക് അവിടേക്ക് വരാൻ ടൂറിസ്റ്റ് ബസ്സുകളൊന്നുമില്ല കേട്ടോ. നമ്മുടെ പഴഞ്ചൻ 70കളിലെയും 80കളിലെയും ബസ് പോലത്തെ കുറേ ലൈൻ ബസ്സുകളാണ് ഈ കുട്ടികൾ വരുന്നത്. എല്ലാം കുറേ പുറകിലാണ്, കേരളത്തേക്കാൾ ഒരു 25 കൊല്ലം പുറകിലാണ് അന്തമാനിലെ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ. പക്ഷേ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്, എല്ലാ സാധ്യതകളും ഉള്ളൊരു സ്ഥലമാണ്. കേരളത്തിലും ഇന്ത്യയുടെ മറ്റു ഭാഗത്തും കാണാത്ത ചില ജലവാഹനങ്ങൾ ഞാൻ കണ്ടു. അത് ഗംഭീരമായ ഫെസിലിറ്റികളാണ് അവിടെ. സീ കാർട്ടുകൾ എന്ന് പറയും. ഈ ജെറ്റ് സ്കി നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു സ്കൂട്ടർ, വെള്ളത്തിൽ ഓടുന്ന സ്കൂട്ടർ, വാട്ടർ സ്കൂട്ടർ എന്ന് വേണേൽ വിളിക്കുന്ന സാധനമാണ് ഈ ജെറ്റ് സ്കി. വളരെ രസകരമായൊരു വണ്ടിയാണ്. അതിന് ചക്രമില്ലെന്നേ ഉള്ളൂ, ഒരു സ്കൂട്ടറിലിരിക്കുന്ന പോലെ ഇരിക്കാം. കുറച്ചുകൂടെ വലിപ്പമുണ്ട്, കുറച്ചുകൂടെ വിസ്താരമുണ്ട്. ഇത്തരത്തിൽ ഒരു ജെറ്റ് സ്കി, അതിന് 2 സൈഡിലും കുറച്ചുകൂടെ സ്ഥലം, അതായത് ഒരു 3 പേർക്ക് യാത്ര ചെയ്യാം. ഓടിക്കുന്ന ഒരാൾ, 2 സൈഡിലും ആളുകൾക്ക്. ഒരു സ്പീഡ് ബോട്ടും ജെറ്റ് സ്കിയും കൂടെ ചേർന്ന് എങ്ങനെ ഉണ്ടാവും? അതാണ് സീ കാർട്ടുകൾ. അതിഗംഭീരമായൊരു വാഹനമാണ്. ഇത് വലിയൊരു ട്രെൻഡായി മാറാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ പലയിടത്തും ഞാനിത് കണ്ടിട്ടില്ല. നമ്മുടെ കായലുകളിലും നമ്മുടെ കടൽത്തീരങ്ങളിലും ഒക്കെ കൊണ്ടുവരാവുന്ന ഒരു ഗംഭീരമായ ഒരു ജലവാഹനം. അത് കാണാനും ഭംഗിയുണ്ട്, അത് വിദേശ നിർമ്മിതമാണ്, സേഫാണ്, വേഗത്തിൽ പോകാം, സ്ലോയിൽ പോകാം, 3 പേർക്ക് പോകാം. ഇത് ഓടിക്കാൻ വേറെ ആളുടെ സഹായം ആവശ്യമില്ല, നമുക്ക് തന്നെ അത് ഓടിക്കാം. ഇത് മറിയില്ല, മുങ്ങില്ല, വളരെ സേഫ്. ഈ സീ കാർട്ട് പോലുള്ള ഫെസിലിറ്റികൾ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ബീച്ചുകളിലേക്ക്, നമ്മുടെ കായലുകളിലേക്ക്, നമ്മുടെ ജലാശയങ്ങളിലേക്ക് വരാത്തതെന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ആ പഴഞ്ചൻ കുറേ ബോട്ടുകളും മത്സ്യബന്ധന ബോട്ടുകളെ കൺവേർട്ട് ചെയ്ത ഫെസിലിറ്റികളൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ ടൂറിസം മേഖലകളിൽ പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരം മോഡേൺ എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കായലുകളിലേക്ക്, ജലാശയങ്ങളിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ള അത്ഭുതമാണ്. ഈ കോർബിൻസ്കോവിൻ്റെയും കുറേ ഭാഗത്ത് ഈ ബങ്കറുകളുണ്ട്. എല്ലാ കടൽ തീരത്തുണ്ട് ഈ ബങ്കറുകൾ, ഈ ജപ്പാൻകാർ സ്ഥാപിച്ച ബങ്കറുകൾ. മനോഹരമായ തീരമാണ്. അവിടുന്ന് വീണ്ടും നമ്മൾ തെക്കോട്ട് പോവുകയാണ്. ഈ തെക്കോട്ട് പോകുന്നത് നമ്മളൊരു ഹൈവേ കൂടിയാണ്, നാഷണൽ ഹൈവേ 4, NH4 എന്ന് പറയുന്ന ഇന്ത്യയുടെ തന്നെ ഒരു നാഷണൽ ഹൈവേ. അത് ഈ അന്തമാൻ ദ്വീപിൻ്റെ തെക്കേ അറ്റത്തുനിന്ന് വടക്കേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന ഒരു ഹൈവേയാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈവേയാണ്. പക്ഷേ ഹൈവേ എന്ന് പറയുമെങ്കിലും നമ്മുടെ ഒരു ഗ്രാമീണ റോഡിൻ്റെ വീതിയും സൗകര്യങ്ങളൊക്കെ ഉള്ളൂ പലയിടത്തും. അതിലൂടെ ബസ് സർവീസുണ്ട്.
ഇലക്ട്രിക് ബസ്സുകളാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടന്നു പോകുന്ന കാണാം. വീണ്ടും നമ്മൾ തെക്കോട്ട് കുറേ ദൂരം കൂടി ഓടുന്നു. അപ്പോൾ ഈ ഓടുമ്പോഴെല്ലാം നമ്മൾ കേരളത്തിനകത്തെ ഏതോ ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയാണെന്ന് തോന്നും. അതേപോലെയുള്ള തെങ്ങും തോപ്പുകൾ, കവുങ്ങിൻ തോപ്പുകൾ, അതുപോലെ തന്നെ വാഴത്തോട്ടങ്ങൾ, കുറേ സ്ഥലങ്ങളിലെങ്കിലും നെൽവയലുകളിലെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ സമയമാണ്. ഇങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് വീടുകൾ. ഈ വീടുകൾ എന്ന് പറയുന്നത് 2 നിലയുള്ളതുണ്ട്, 1 നിലയുള്ളതുണ്ട്, ഓടിട്ട വീടുകളുണ്ട്, ഷീറ്റ് ഇട്ട വീടുകളുണ്ട്. ഇതൊക്കെ ഈ പോർട്ട് ബ്ലെയർ ഏരിയയിലെ ജനസാന്ദ്രത കൂടിയപ്പോൾ അവിടെ വന്നെത്തിയ ഇന്ത്യക്കാർ ഈ പ്രദേശങ്ങളിലേക്ക്, ഈ തെക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ ആയിട്ട് ഉൾപ്രദേശങ്ങളിലേക്ക് കയറി വരികയും കൃഷിക്കാരായി മാറുകയും ചെയ്തു. നമ്മൾ തെക്കേ അറ്റത്തേക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. ചിടിയാത്താപ്പു എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഈ ചിടിയാത്താപ്പു എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ദ്വീപ് എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ധാരാളം മൈഗ്രേറ്ററി ബേഡ്സ് ഉൾപ്പെടെ ധാരാളം പക്ഷികളുള്ളൊരു വനപ്രദേശമാണ്. ഈ ചിടിയാത്താപ്പു കടന്ന് നമ്മൾ എത്തുന്നത് മറ്റൊരു ഭാഗത്തേക്കാണ്. ഈ ദ്വീപിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തിന് തൊട്ടടുത്തുള്ള ഒരു ബീച്ച് ഏരിയ. അവിടെ ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. മുണ്ടാപ്പഹാദ് എന്നാണ് പ്രദേശം അറിയപ്പെടുന്നത്, മുണ്ടാപ്പഹാദ് ബീച്ച്. ഈ മുണ്ടാപ്പഹാദ് ബീച്ചിന് അടുത്തെത്തുമ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമ്മൾ അവിടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. നമ്മുടെ അഡ്രസ്സൊക്കെ എഴുതി കൊടുക്കണം, എവിടെ വന്നു, പേര്, ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. പക്ഷേ പൈസയൊന്നും വേണ്ട, അകത്തേക്ക് ചെല്ലാം. അകത്ത് ടൂറിസ്റ്റ് പോലീസിൻ്റെ കൗണ്ടറുകളൊക്കെ ഉണ്ട്. അവിടെ കൂറ്റൻ മരങ്ങളാണ്. ഈ ബീച്ച് മുഴുവൻ മരങ്ങളാണ്, വമ്പൻ മരങ്ങൾ. അത് ഈ അൻഡമാൻ്റെ തീരപ്രദേശങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ, കടലിലേക്ക് വനം വന്നിറങ്ങി നിൽക്കുന്നതാണ് ആൻഡമാൻ്റെ ഒരു കാഴ്ച. ഇവിടെ വമ്പൻ വൃക്ഷങ്ങളുണ്ട് കടൽ തീരത്ത്. ഇതിൽ കുറേ മരങ്ങൾ മറിഞ്ഞു കിടക്കുകയാണ്. ഈ അടുത്ത കാലത്തൊന്നും പറഞ്ഞതല്ല, 2004 മറിഞ്ഞു വീണ മരങ്ങളാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 2004 സുനാമി അടിച്ചു. സുനാമി അടിച്ചപ്പോൾ ഇന്ത്യൻ ഭൂഭാഗങ്ങളിൽ ഏറ്റവും അധികം തീവ്രമായി അതടിച്ചത് ഈ അൻഡമാനിലായിരുന്നു, അൻഡമാനിലും നിക്കോബാറിലും. ഈ അൻഡമാൻ്റെയും നിക്കോബാറിൻ്റെയും തൊട്ടടുത്ത് തന്നെയാണ് ഈ സുനാമിക്ക് കാരണമായ ഭൂകമ്പത്തിൻ്റെ പ്രഭവകേന്ദ്രം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ തിരകൾ, ആ രാക്ഷസ തിരകൾ ആദ്യം അടിച്ചു കയറിയ പ്രദേശം ഈ അൻഡമാൻ്റെ നിക്കോബാറിൻ്റെ തീരങ്ങളായിരുന്നു. ഏതാണ്ട് 40 അടി ഉയരത്തിലുള്ള തിരമാലകൾ ഈ തീരത്തേക്ക് അടിച്ചു കയറി വന്ന് ഇവിടുത്തെ കൂറ്റൻ മരങ്ങളെപ്പോലും കടപഴകി വീഴ്ച്ചു. എന്നു മാത്രമല്ല, ആയിരക്കണക്കിന് വീടുകൾ, കെട്ടിടങ്ങൾ, തീരപ്രദേശങ്ങളിലെ പട്ടണങ്ങൾ കടലെടുത്തു പോയി. ഏതാണ്ട് 2500 ആളുകൾ അന്ന് അൻഡമാനിൽ മാത്രം മരിച്ചു. 10,000-20,000 ആളുകൾക്ക് പരിക്കേറ്റു. അങ്ങനെ വലിയൊരു ദുരന്തത്തിൻ്റെ ദിവസമായിരുന്നു 2004 ഡിസംബർ 26 ആ ദിവസം. അന്ന് കടപുഴകി വീണ ആ കൂറ്റൻ മരങ്ങൾ ഇന്ന് ഉണങ്ങി ഈ തീരത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവയുടെ പലതിൻ്റെയും വേരുപടലങ്ങൾ ഇങ്ങനെ ഏതോ ഒരു ശില്പി കൊത്തിയെടുത്ത ഒരു ശില്പം പോലെ ഇങ്ങനെ കടലിൽ ചിതറിക്കിടക്കുന്നുണ്ട്. ഇതിൻ്റെ മരത്തിൻ്റെ പ്രധാന അടിഭാഗം മുറിച്ചെടുത്ത് കാർവ് ചെയ്ത് അകഭാഗം വെട്ടിക്കളഞ്ഞ് അതിനെ ബെഞ്ചുകളാക്കി ഈ തീരത്ത് വിരിച്ചിട്ടുണ്ട്. ഈ കടലിലേക്ക് നമുക്ക് ഇറങ്ങാം. ഈ വേരുപടലങ്ങളോടെ നിൽക്കുന്ന 2004 മറിഞ്ഞു വീണ കൂറ്റൻ വൃക്ഷങ്ങൾ, പടോക്ക് മരങ്ങളാണ്. പടോക്ക് എന്നറിയപ്പെടുന്ന വൃക്ഷം അത്. ഈ പടോക്ക് മരങ്ങളുടെ വേരുകൾക്കിടയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അവിടേക്ക് തിരകൾ ഇങ്ങനെ അടിച്ചു വരും. അങ്ങനെ കടലിലേക്ക് ഇറങ്ങി ആ തിരകൾ, അടിച്ചു വരുന്ന തിരകൾ എന്ന് പറഞ്ഞാൽ നല്ല പളുങ്ക് ജലമാണ്, അടിത്തട്ട് കാണാം, നല്ല പഞ്ചാര മണൽ. അതിലൂടെ ഇറങ്ങി ഞാൻ ഷൂട്ട് ചെയ്ത് നടക്കുമ്പോൾ പുറകിൽ നിന്നൊരു വിസിലടി കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഗാർഡാണ്. അയാൾ പറഞ്ഞു കയറി പോരാൻ പറഞ്ഞു. അപ്പോൾ കയറി വന്നപ്പോൾ അയാൾ എന്നെ കൊണ്ടുപോയി ഒരു ബോർഡ് കാണിച്ചു. ഇതാണ് കടലിലേക്ക്, വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, ഇവിടെ ചീങ്കണ്ണികളുണ്ട്, ധാരാളം ചീങ്കണ്ണികളുള്ള പ്രദേശം. ഞാൻ പറഞ്ഞല്ലോ, ഇത് വനമാണ്. വനത്തിൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു മനോഹരമായൊരു ബീച്ചെന്നേ ഉള്ളൂ ഇവിടെ. പക്ഷേ സൂക്ഷിക്കണം. അടുത്ത കാലത്തും ഇവിടെ വന്ന ഏതോ ഒരു ടൂറിസ്റ്റിനെ ചീങ്കണ്ണി പിടിച്ചുകൊണ്ട് പോയി, അയാൾ തിരിച്ച് കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങനെ കുറച്ചു നേരം ആ കാഴ്ചകളിലൂടെ സഞ്ചരിച്ചു. പിന്നെ വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ കാറിൽ യാത്ര ചെയ്ത് കുറച്ച് നിന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കോശിച്ചായൻ ചോദിച്ചു, നമുക്കൊരു ചായ കുടിച്ചാലോ? എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചായക്കട ഇവിടെ ഉണ്ട്. അങ്ങനെ പോകുമ്പോൾ കടൽ തീരത്ത് തന്നെ ഒരു ചെറിയൊരു ഗ്രാമം, ഒരു 3-4-5 വീടുകളുള്ള ഒരു ചെറിയ ഗ്രാമം, ഒരു മുക്കുവ ഗ്രാമമാണ്. അതിൻ്റെ കടൽ തീരത്ത് കുറേയേറെ ബോട്ടുകൾ നിരന്ന് കിടക്കുന്നുണ്ട്. മീൻപിടുത്തക്കാരുടെ ബോട്ടാണ്. മീൻ ഇവിടുന്ന് എക്സ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. അൻഡമാനിലെ ആളുകൾക്കുള്ള മീൻ മാത്രം പിടിക്കുന്ന മുക്കുവരുടെ ഒരു ഗ്രാമം. അവിടെ വഴിയിൽ വണ്ടി നിർത്തി ഇറങ്ങി. അവിടെയാണ് ശരിക്കും ഈ നാഷണൽ ഹൈവേയുടെ തെക്കേ അറ്റം എന്ന് വേണേൽ പറയാവുന്ന ഭാഗം. അവിടം വരെയാണ് ഈ നാഷണൽ ഹൈവേ കൂടെ ഓടുന്ന ബസ്സുകൾ വരുന്നത്. ആ ബസ്സുകൾ അവിടെ സ്റ്റോപ്പ് ചെയ്താൽ ഈ ഡ്രൈവറും കണ്ടക്ടറും അല്ലെങ്കിൽ അതിൽ വരുന്ന ആളുകളൊക്കെ വന്ന് ചായ കുടിക്കുകയോ വിശ്രമിക്കുകയോ ചെയ്യുന്നത് ചായക്കടയത്. വലിയ ചായക്കടയെന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ ഇന്ന് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കഴിക്കാനൊന്നുമില്ല.
ചായ മാത്രം ഉണ്ടാക്കും. ഒരു സുബ്രഹ്മണ്യനും അയാളുടെ ഭാര്യയുമാണ് ചായക്കട നടത്തുന്നത്. സുബ്രഹ്മണ്യന് ഒത്തിരി കഥ പറയും, തമിഴനാണ്. ഈ സ്റ്റീഫൻ കോശിയുടെ വലിയൊരു സുഹൃത്തുമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം ഇവിടെ വരാറുണ്ട്, കാണാറുണ്ട്. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് ഹിന്ദിയിലും തമിഴിലും ഒക്കെയാണ്, മാറി മാറി സംസാരിക്കും. ഇവിടെയുള്ളവർക്ക് 2-3 ഭാഷകൾ അറിയാം. മലയാളികൾക്കാണെങ്കിൽ മലയാളം, തമിഴ്, ഹിന്ദി ഇത് 3 അറിഞ്ഞിരിക്കണം, കാരണം അങ്ങനെയുള്ളവരൊക്കെ സംസാരിക്കേണ്ടി വരും. തമിഴന്മാർക്കാണെങ്കിൽ തമിഴും ഹിന്ദിയും നന്നായിട്ട് അറിയാം, പിന്നെ കുറച്ചൊക്കെ മലയാളവും മനസ്സിലാവും. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് മുഴുവൻ സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യമാണ്. ഈ സുബ്രഹ്മണ്യത്തിന് 15 സഹോദരങ്ങളുണ്ട്. ഈ 15 സഹോദരങ്ങൾക്കും കൂടി 8 ഏക്കർ സ്ഥലമുണ്ട്. ഈ 8 ഏക്കർ സ്ഥലവും അവർ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുക, എല്ലാ സഹോദരങ്ങളോട് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 8 ഏക്കർ സ്ഥലത്തിന് 16 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തേക്കാം. ഇതാണ് ഇവർ സംസാരിക്കുന്നത്. ഞാനിങ്ങനെ ഇവർ ഈ സംസാരിക്കുന്ന കഥകൾ, വിശേഷങ്ങൾ ഇവർ തമിഴിലൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുമല്ലോ. ഒടുവിൽ ശിവൻ കോശി പറയുന്നു, നോക്കട്ടെ, നമ്മൾ ആൾക്കാരോട് പറയാം, സംസാരിക്കാം, ഏതായാലും 2-3 ആളുകളെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ഒന്ന് ഇറങ്ങുന്നു. ഇറങ്ങുമ്പോൾ സ്റ്റീഫൻ കോശി എന്നെ ആ വീടിൻ്റെ പുറക് കാണിച്ചു. ഇയാളുടെ ചായക്കടയും വീടും എല്ലാം കൂടെ ഒന്നാണ്. അതിൻ്റെ പുറകിൽ കുറച്ച് തറകളുണ്ട്, പണ്ടേതോ വീടുണ്ടായിരുന്ന പോലത്തെ. അദ്ദേഹം പറഞ്ഞു, ഇത് കണ്ടില്ലേ, ഇവിടെയായിരുന്നു സുബ്രഹ്മണ്യം താമസിച്ചുകൊണ്ടിരുന്ന കുടുംബമൊക്കെ. 2004 സുനാമി അടിച്ച് ഇവരുടെ വീടും ഈ ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയി. ഇവർ ഭാഗ്യം കൊണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ടു. കുറേ പേര് ഇവിടെ മരിച്ചു. പിന്നീട് ഇവിടെയൊക്കെ മണ്ണിട്ട് പൊക്കി, സുനാമിക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം. എന്നിട്ടാണ് ഈ റോഡ് ഹൈവേ പണിതത്. പല ഗ്രാമങ്ങളും പിന്നിട്ട് സന്ധ്യയോടുകൂടി ഞങ്ങൾ മാംഗോ സ്റ്റേയ്സ് എന്ന് പറയുന്ന സ്റ്റീഫൻ കോശിയുടെ ഹോം സ്റ്റേയിലെത്തി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇന്നെങ്ങനെയാണ്, വിശ്രമിക്കുകയല്ലേ? ഞാൻ പറഞ്ഞല്ല, എനിക്കൊരു ഇച്ചിരി പണിയും കൂടി ഉണ്ട്. ഞാൻ ഇവരുടെ ഡൗൺ ടൗൺ, ഈ പോർട്ട് ബ്ലെയറിൻ്റെ ഡൗൺ ടൗണിലേക്ക് പോയില്ല, അവിടെ എനിക്കൊന്ന് നടക്കണം വൈകുന്നേരം. തന്നെയുമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ ഹോം സ്റ്റേയിൽ റെസ്റ്റോറൻ്റ് ഇല്ല, ഭക്ഷണം കിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണവും കഴിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, കോശിച്ചായൻ വിശ്രമിച്ചോളൂ, ഞാൻ പയ്യെ നടന്നോളാം. അപ്പം വഴി അറിയോ? ഞാൻ പറഞ്ഞു, അതൊക്കെ കണ്ടുപിടിച്ചോളാം, ഞാൻ കണ്ടുപിടിച്ച് തിരിച്ച് ഇവിടെ എത്തിയാൽ പോരെ. ഓക്കെ. അപ്പോൾ പുള്ളി വഴി പറഞ്ഞു തന്നു, നേരെ താഴോട്ട് നടക്കുക, എന്നിട്ട് വലത്തോട്ട് തിരിയുക. അങ്ങനെ ചെന്ന് കഴിയുമ്പം അബർദീൻ എന്ന് പറയുന്ന സ്ഥലത്തു. അബർദീനാണ് ഡൗൺ ടൗൺ ഏരിയ. അബർദീൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരിട്ട പേരാണ്. ആ അബർദീൻ പ്രദേശമാണ് ഇവിടുത്തെ പ്രധാന ഹാപ്പനിങ് പ്ലേസ്. ധാരാളം പലചരക്ക് കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ, റെസ്റ്റോറൻറ്റുകൾ, തുണിക്കടകൾ, സ്വർണ്ണക്കടകളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പയ്യെ നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് നേരെ ഇരുട്ടി വരുന്നുണ്ട്. അവിടെ നിരവധി സ്വർണ്ണക്കടകളുണ്ട്. PR തങ്കമാളികൈ, സൂര്യ തങ്കമാളികൈ എന്ന് പറഞ്ഞ് കുറേ തങ്കമാളികകളുണ്ട്. ഈ തങ്കമാളികൾ എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടകളാണ്. പിന്നെ 1-2 കോവിലുകളുണ്ട്. ഈ കോവിലുകൾക്കെല്ലാം ഒരു തമിഴ് സ്വഭാവമാണ്. വൈകുന്നേരമാണ് കോവിലുകൾ സജീവമാകുക, പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർ. അപ്പോൾ ഈ കോവിലുകളുടെ മുമ്പിൽ പൂക്കടകളുണ്ട്, ധാരാളം പൂമാലകൾ വിൽക്കുന്ന സ്ത്രീകളുണ്ട്. കോവിലുകൾ തുറന്ന് അതിനകത്തുനിന്ന് മണിയടി കേൾക്കുന്നു. സന്ധ്യാനേരത്ത് ആ കോവിലുകളൊക്കെ ഒരു രസമാണ്. നമ്മൾ തമിഴ്നാട്ടിലെ ഏതോ ഒരു പട്ടണത്തിലെ ഒരു കോവിലിന് മുമ്പിൽ പോയി നിൽക്കുകയെന്ന് തോന്നും. അങ്ങനെ താഴേക്ക് നടന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് എത്തുന്നു. ആ ജംഗ്ഷനിൽ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്ന ഒരു കട, അതൊരു നല്ല ചായക്കടയാണ്. അവിടെ ചെല്ലുമ്പോൾ പുറത്തു നിന്ന് ഒരാൾ ഒരു വിഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പൊറോട്ടയാണ്. ഈ പൊറോട്ട വീശി അടിച്ച് മടക്കിയെടുക്കുമ്പോഴേക്കും അവനൊരു പന്ത് പോലെയാകും, അകം മുഴുവൻ വായു നിറയും. ബൺ പൊറോട്ട, തമിഴൻ്റെ പ്രത്യേകിച്ച് മധുരയിലൊക്കെ കിട്ടുന്ന ബൺ പൊറോട്ട. ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ എല്ലായിടത്തും ഇത് കിട്ടും. ഈ ബൺ പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതെനിക്ക് കൗതുകമായി. അത് ഞാൻ കുറേ നേരം ഷൂട്ട് ചെയ്തു. ഈ ബൺ പൊറോട്ട ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നു. ഈ ബലൂൺ വായു നിറച്ച പൊറോട്ടകളുണ്ടാകുന്നു. അവനെ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുന്നു. കല്ലേൽ എണ്ണ വരട്ടിയിട്ട് ചുട്ടെടുക്കുന്ന പൊറോട്ട പോലെയല്ല, അത്യാവശ്യം നല്ല എണ്ണ വേണം ഇതിനെ വറുത്തെടുക്കാൻ. വറുത്തെടുത്ത് അടുക്കി വെക്കുന്നു. വേറൊരുത്തൻ, നമ്മുടെ ഡ്രമ്മർ ശിവമണി ഉണ്ടല്ലോ, അദ്ദേഹത്തെ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇവനെ അടിച്ചൊതുക്കുന്നത്. ഈ വായു നിറഞ്ഞിരിക്കുന്ന പൊറോട്ടയെ അടിച്ചൊതുക്കി വേറൊരു ഷേപ്പാക്കി അടുക്കി വെക്കുന്നു. ഇവിടെ വെച്ച് ആ പൊറോട്ട ഉണ്ടാക്കുന്നതും അതിൻ്റെ രൂപവും ഭാവവും പിന്നെ ഇന്ന് മുഴുവനുള്ളൊരു വിശപ്പും ഒക്കെ കൂടെ ആയപ്പോഴത്തേക്കും ശരി ഇവിടുന്ന് തന്നെ ആട്ടേൻ തീരുമാനിച്ചു. ഞാൻ അകത്ത് കയറി. അപ്പോൾ അവിടുത്തെ ആൾ ചോദിച്ചു, സാധാരണ ടീ വേണോ സ്പെഷ്യൽ ടീ വേണോ? ഇവിടെ വന്നിട്ട് സ്പെഷ്യൽ തന്നെ കുടിച്ചേക്കാം. സ്പെഷ്യൽ ടീ ഓർഡർ ചെയ്തു. ആ സ്പെഷ്യൽ ടീ വന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കെ എനിക്കുള്ള പൊറോട്ട റെഡിയായി. ഞാൻ പറഞ്ഞു, പൊറോട്ട പാഴ്സലായിട്ട് എടുക്ക്. കറി ഞാൻ പറഞ്ഞു, ഇത് രണ്ടും കൂടെ പാക്ക് ചെയ്തെടുത്തു. ഇനി മുറി പോയിരുന്ന് കഴിക്കാം, ഒന്ന് കുളിക്കണം. അങ്ങനെ പാഴ്സലായി എടുത്ത ബൺ പൊറോട്ടയും ഇറച്ചിക്കറിയും ആയിട്ട് ഞാൻ കുന്നു കയറി മാംഗോ സ്റ്റേയ്സിലേക്ക് നടന്നു. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23.
ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.